അബൂ റസീൻ ലുക്കൈലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അദുല്ലുക അലാ മിദ്ലാഖി ഹാദൽ അംരില്ലദീ തുസിബു ഖൈറദ് ദുനിയാ വൽ ആഖിറ. അല്ലയോ അബൂ റസീൻ, ആ സുഫത്തിൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽപ്പെട്ട സഹാബിയ അബൂ റസീൻ, ഈ ദുന്യാവും ആഖിറവും നിനക്ക് വിജയിക്കാനുള്ള കാര്യം, വിജയസൂത്രം, സൂത്രവാക്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ദുന്യാവും ആഖിറവും നിനക്ക് നേടാം, ദുന്യാവിൽ വിജയിക്കാം. നമ്മൾ അതിലെ സാധാരണ റബ്ബനാത്തിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന, ഇതന്നെ നമ്മൾ ദ്വാരക്കുന്നത്. രണ്ട് സ്ഥലത്ത് നമുക്ക് ഇസ്സത്ത് വേണം, രണ്ട് സ്ഥലത്ത് നമുക്ക് ബർക്കത്ത് വേണം, വിജയം വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ റസീൻ ലുക്കൈലി റളിയല്ലാഹു അൻഹുവിനോട് പറയണത്, അലാ അദുല്ലുക അലാ മിലാഖി ഹാദൽ അംരില്ലദീ തുസിബു ഖൈറദ് ദുനിയാ വൽ ആഖിറ. ദുന്യാവും ആഖിറവും നിനക്ക് വിജയിക്കണോ? എന്നാൽ നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അലൈക ബി മജാലിസി അഹ്ലി ദിക്ർ ഇദാ ഖലൗത ഫഹരിക ലിസാനക മസ്തതഅത ബിദിക്രില്ലാ. നീ ഈ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ? ഈ ദാക്കിര്യങ്ങൾ കൂടുന്ന, ദിക്റിൻ്റെ അഹ്ലുകാർ കൂടുന്ന ഒരൊറ്റ മജ്ലിസും നിനക്ക് വിട്ടുപോകരുത്. അലൈക ബി മജാലിസി അഹ്ലി ദിക്ർ, അഹ്ലി ദിക്ർ കൂടുന്ന സദസ്സിന്ന് ഒറ്റ സദസ്സ് പോലും നിനക്ക് ഒഴിവായി പോകണ്ട. പിന്നെ അല്ലാത്ത സമയം, ശിഷ്ട സമയം, ആഴ്ചയിലൊരിക്കലേ ഉണ്ടാകുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേ ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം. അപ്പോൾ ഇതാ ഖലൗത, അതൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ ഫഹരിക ലിസാനക മസ്തതഅത ബിദിക്രില്ല, പരമാവധി നീ ദിക്ർ ചെയ്യുക, നിൻ്റെ കഴിവിൻ്റെ പരമാവധി ദിക്ർ ചെയ്യുക. ഇതാണ് വിജയസൂത്രമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് ഉണർത്തി. അപ്പോൾ ഈ പറഞ്ഞ ലഹരി കിട്ടേണ്ടത് എവിടെ നിന്നാണ്? അതാ പറഞ്ഞത് മീച്ച മസ്താൻ പറഞ്ഞ ലഹരി ഉണ്ടല്ലോ, അല്ലാഹ് റസൂൽ എന്നുള്ള ആ ഒരു മുത്തിലുള്ള പത്തെടുത്ത് മുത്തി കൊള്ളടാന്ന് പറയുമ്പോൾ ആ മുത്താൻ എന്താ വേണ്ടത്? ആ മുത്ത് ആ മുത്താന് ആ സാധനം മുത്തി കിടക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെല്ലണതിന്. ഇച്ചമസ്താൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള വരികളും പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം വലിയ ഒരു വലിയും പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് മൗലവി ബുഖാരി റളിയല്ലാഹു അൻഹു